ചേച്ചിമാരെയും കുറെ ഏട്ടന്മാരെയും കിട്ടി. കാരണം എനിക്ക് കൂടപ്പിറപ്പുകളില്ല. ഞാനെന്റെ ഹസ്ബൻഡിനുള്ള വാശി പുറത്താണ് പഠിച്ചിറങ്ങിയത്. കണ്ണസാറിനോട് തന്നെ ഞാൻ തട്ടിക്കയറാറുണ്ട്. കാരണം സ്വന്തം ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ കാണുന്നത്. പോവാൻ പേടിയാണ്. എന്നാലും പുരുഷനാണ് ധൈര്യപൂർവ്വം പുരുഷന്റെ അടുത്ത് ഒരു സ്വന്തം ഏട്ടനും ആരാന്ന് പറയാനല്ല. ഗയാണെങ്കിൽ ഗയനോട് ഞാൻ കാണുന്നൊക്കെ തല്ലുകൂടും. എല്ലാവരോടും ഞാൻ തല്ലുകൂടും. പക്ഷെ ഒരു നല്ലൊരു എന്താ പറയാൻ കിട്ടുന്നില്ല. പരിപാടിക്ക് ഞാൻ വരുന്നത്. ഇതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ നന്ദി. എന്റെ ഏറ്റവും വലിയ ഒരു വിഷമഘട്ടത്തിലാണ് ഞാൻ. എന്റെ അമ്മ മരിച്ചിട്ട് 54 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാന് അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ഞാൻ ഫ്ലോറിൽ വരുമ്പോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാവരും എടുത്തോട്ടും വരുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആ മനസ്സിന്റെ സങ്കടം ആരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്ലോറിൽ ഓടി വരുന്നുണ്ട്. ഇവർക്കൊക്കെ അറിയാം. എല്ലാവരും ഭയങ്കര ഹാപ്പി. അവരടിക്കുന്നു ഇടിക്കുന്നു. അതെന്താണെന്നറിയാമോ? എന്റെ മനസ്സിന്റെ ആ സങ്കടം ഈ ഫ്ലോറിന്റെ ഉള്ളിലാണ് തീർക്കുന്നത്. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കാറ്. എനിക്കിവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. മനസ്സുകൊണ്ട് എല്ലാവരും ഭയങ്കര അടുപ്പമാണ്. എത്ര പറയണം, എന്തൊരു നിലനിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇവിടെ വരുമ്പോ ഉള്ള ഞാൻ അങ്ങനെ നോക്കി കണ്ടതാണ്. പക്ഷെ നെസ്റ്റോയിലെത്തിയാൽ അവരേറ്റവും നല്ല സുന്ദരികളാണ് നിങ്ങൾക്ക് കുറെ കഴിയുമ്പോ. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷം പൂർത്തിയാകുന്നു. അത് 1 വീക്ക് കഴിഞ്ഞാൽ 4 വർഷമായി. ഞാനിവിടെ ഹാപ്പിയാണ്. ലൈഫിന്റെ പാതി മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ്. കാരണം ഇവിടെ ഹാപ്പി ആയിട്ടാണ് നമ്മള് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മാനേജേഴ്സ് ആയിക്കോട്ടെ, GM ആയിക്കോട്ടെ, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കണം എല്ലാവരും. അതെനിക്ക് പറയാനുള്ളൂ. അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ആരുടെ കടമയാണ്? ആരുടെയൊക്കെ കടമകളാണത് പറയാൻ പറ്റുമോ? അതില് മുഖ്യ പങ്ക് വഹിക്കുന്ന ആരാ? അമ്മ അല്ലെ? ഒരു ദിവസം നമ്മളെ അമ്മ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ദിവസം വീട്ടിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ജസ്റ്റ് ഒന്നല്ല ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും ഇന്ന് ലോക വനിതാ ദിനം. നമ്മള് അഭിമാനിക്കുന്ന നമ്മളെ അവകാശങ്ങള് ഒരുപാട് സമരങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഈ നിലയിൽ ഇരിക്കാനും, അല്ലെ? പണ്ട് കാലങ്ങളില് അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു പണ്ടുള്ള സ്ത്രീകൾക്ക്. പക്ഷെ അതിനപേക്ഷിച്ച് ഇന്ന് നോക്കുകയാണെങ്കിൽ വനിതകളാണ് എല്ലാറ്റിനും മുൻപന്തിയിൽ. ഓക്കെ, ഇന്ന് ഏതൊരു മേഖല നമ്മൾ പരിശോധിച്ചു Yeah.
Please respect Pranama. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ലോക വനിതാ ദിനം ആചരിക്കുകയാണ് നെസ്റ്റോയിൽ വെച്ചിട്ട്. തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ എന്തിന്റെ പേരിലേക്ക് അഭിമാനിക്കുന്നെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാം? ജസ്റ്റ് രണ്ടുപേരും ഒന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളെ என்ன வேணாலும் சொல்லலாம், எந்த ஒரு பிரச்சனையும் இல்லை. உங்களுக்கு என்ன தோணுதோ ஃப்ரீயா ஹாப்பியா